ഹലോ കൂട്ടുകാരെ, ഇന്ന് ജിഷ്ണുവിൻ്റെ രണ്ടാമത്തെ കുട്ടീൻ്റെ 90 കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫങ്ഷനൊക്കെ ഞങ്ങൾ ഇന്നലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സദ്യയും കാര്യങ്ങളൊക്കെ എത്തി. ഞാനിതാ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും ആങ്ങളെയും പിന്നെ നാത്തൂനും പിന്നെ ചേച്ചിയുടെ ഭർത്താവ് ശ്രീജിത്ത്, പിന്നെ പൊന്നു, പിന്നെ കുട്ടികൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജിഷ്ണുവിൻ്റെ അമ്മായിമാരും പിന്നെ എന്താ പറയുക മാമനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിതാ. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ പേരിട്ടു. പേരെന്താണെന്നറിയോ ഇട്ടത്? അനേയ എന്നാണ് പേരിട്ടത് കേട്ടോ. ജിഷ്ണുവിൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് അനേയ എന്ന് പേരിട്ടു. പിന്നെ കുട്ടികളൊക്കെ കൂടി നിന്ന് എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുത്തു. ഞാൻ വിളക്കൊക്കെ കൊളുത്തി കാട്ടി വിളക്ക് വെച്ചതാക്കി. പിന്നെ അതാ കണ്ടില്ലേ, പഴം കൊടുത്തു കേട്ടോ. അനേയ മോൾക്ക് പഴം കൊടുത്തു. അവളെന്നെ വിളിക്കുന്നത് പാച്ചു എന്നാണ് കേട്ടോ വിളിക്കുന്നത്. പിന്നെ ആഗ്നേയ, മൂത്ത കുട്ടിയുടെ പേര് ആഗ്നേയ എന്നാണ്. അപ്പോൾ ആഗ്നേയയ്ക്ക് പേര് വിളിക്കുന്നത് പാറു എന്നാണ് കേട്ടോ. പാറു ഫോട്ടോത്തിൽ നിൽക്കാനേ കൂട്ടാക്കണില്ല കേട്ടോ. പാറു ഇതാ പിന്നെ അവൾക്ക് കളിക്കേണ്ടതാണ് ധൃതി. അപ്പോൾ അതാ അമ്മ പാദസരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടിക്ക്. പിന്നെ ആങ്ങള ചെയ്യിട്ട് കൊടുത്തു. പിന്നെ എന്താ പറയുക, ചേച്ചി കൈ ചെയിനൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ കുറേ പ്രസൻറ്റേഷനൊക്കെ കിട്ടിയതാ. ചേച്ചി ഇതാ വന്നിരുന്നു. ചേച്ചി ഇതാ ഇതൊക്കെ കൈ ചെയിനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പ്രസൻറ്റേഷൻ ഉടുപ്പുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ അതാ ഉണ്ണി അതാ പൂവിലൊക്കെ കെടുത്തിയിട്ട് അതാ ഫോട്ടോ എടുക്കുന്നുണ്ട്. കുട്ടി പട്ടാളങ്ങളൊക്കെ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. കുട്ടിയുടെ അടുത്തതാ ശാലുവിൻ്റെ ഉണ്ണി അതാ അവിടെ ഒക്കെ ഉണ്ട്, ഇരിക്കെടുത്തുണ്ട്. അപ്പോൾ അതാ പാറു അതാ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ എൻ്റെ